നമസ്കാരം. കേരളത്തിന്റെ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംസ്ഥാനത്തെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാജേന്ദ്ര ആർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എം.എൻ. ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. നാളെയാണ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദിവസം. വ്യാഴാഴ്ച രാവിലെ 10:30-ന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദറിന് മുമ്പാകെയാണ് രാജേന്ദ്ര ആർലേക്കർ സത്യപ്രതിജ്ഞ നടത്തുക. ബീഹാറിൽ നിന്നാണ് രാജേന്ദ്ര ആർലേക്കറെ കേരള ഗവർണറായി മാറ്റി നിയമിച്ചത്. ചെറുപ്പം മുതലേ രാഷ്ട്രീയ സ്വയംസേവക് സംഘവുമായി ആർലേക്കർ ബന്ധപ്പെട്ടിരുന്നു. 1989-ൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. 1980 മുതൽ ഗോവ BJPയുടെ സജീവ പ്രവർത്തകനാണ്. ഇനി പറയുന്നവ ഉൾപ്പെടുന്ന വിവിധ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുള്ളവയാണ്: ജനറൽ സെക്രട്ടറി, ഭാരതീയ ജനതാ പാർട്ടി, ഗോവ പ്രദേശ് ചെയർമാൻ, ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റ് പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി, ഭാരതീയ ജനതാ പാർട്ടി, ഗോവ ദക്ഷിണ ഗോവ പ്രസിഡന്റ്, ഭാരതീയ ജനതാ പാർട്ടി. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറെ അടുത്ത മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നുവെങ്കിലും പകരം ലക്ഷ്മികാന്ത് പർസേക്കറിനെ മുഖ്യമന്ത്രിയായി പാർട്ടി തിരഞ്ഞെടുത്തു. ഗോവ ലെജിസ്ലേറ്റീവ് അസംബ്ലി കടലാസ് രഹിതമാക്കിയ ആദ്യ സംസ്ഥാന അസംബ്ലി എന്ന ബഹുമതി അദ്ദേഹത്തിനുണ്ട്. 2015-ൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഇടെ വനം പരിസ്ഥിതി മന്ത്രിയായി നിയമിതനായി. 2021 ജൂലൈ 6-ന് നിലവിലെ ബന്ദാരു ദത്താത്രേയയെ ഹരിയാന ഗവർണറായി നിയമിച്ചപ്പോൾ അദ്ദേഹത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയമിച്ചു. പാർട്ടിക്ക് നന്ദി പറയുന്ന ആർലേക്കർ ഓരോ അംഗത്തിന്റെയും പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് പ്രസ്താവിച്ചു. തുടർന്ന് അദ്ദേഹം ബീഹാറിന്റെ 29ാമത് ഗവർണറായി നിയമിതനായി. 2019 സെപ്റ്റംബർ 6-ന് കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി 5 വർഷത്തിലേറെ സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ തുടങ്ങി കണ്ണൂർ VC നിയമനത്തിലൂടെ പോര് മൂർച്ഛിച്ചു. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് ഗവർണർ എത്തി. ഇതോടെ കെയർടേക്കർ ഗവർണർ BJPയുടെ കയ്യിലെ ആയുധമാണെന്ന ആരോപണവുമായി CPM നേരിട്ട് രംഗത്തെത്തിയിരുന്നു. കേരളത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ 5 വർഷത്തിലേറെ സജീവ ഇടപെടലുകൾ നടത്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങിയത്. P. സദാശിവന്റെ പിൻഗാമിയായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ പല വിഷയങ്ങളിലും സ്വീകരിച്ച അതിശക്തമായ നിലപാടുകൾ ഇടതുമുന്നണി സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പടിയിറങ്ങുമ്പോൾ ആശ്വസിക്കുന്നത് ഇടത് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ആയിരിക്കും. പുതിയ ഗവർണറുടെ അധികാര പ്രവർത്തനങ്ങളും സർക്കാരുമായി എങ്ങനെയായിരിക്കുമെന്നും കണ്ടറിയാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.